സോ ഐം ഡോക്ടർ അനുപ ഫ്രം തൃശ്ശൂർ. നേരത്തെ ബ്രഷ് ചെയ്ത ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഞാൻ തന്നെയാണ്. ചുമ്മാ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് വിചാരിച്ചു അങ്ങനെ ഇടാമെന്ന് വെച്ചു. അങ്ങനെ അപ്പോൾ ഒന്നും പറയാതെ തന്നെ മനസ്സിലായിണ്ടാവും ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ബ്രഷിംഗ് ടെക്നിക് എങ്ങനെയാണ്, ഏത് ബ്രഷ് ഉപയോഗിക്കണം, ആൻഡ് ഹൗ ഡു യു ക്ലീൻ ദ സർഫേസസ് ഓഫ് യുവർ ടീത്ത്, നമ്മളുടെ പല്ലിൻ്റെ ഓരോ ഭാഗവും എങ്ങനെ വൃത്തിയായി ക്ലീൻ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് മൈ വേ ഓഫ് ക്ലീനിങ് മൈ ടീത്ത് ആൻഡ് ദിസ് ഇസ് ഹൗ ഐ എക്സ്പ്ലെയിൻ ടു മൈ പേഷ്യൻസ്. ഞാൻ എൻ്റെ പല്ല് വൃത്തിയാക്കുന്നതും ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയുമാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് കൂടുതലും എഫിഷ്യൻ്റായി തോന്നിയ രീതിയാണ് ഞാനിവിടെ പറയുന്നത്. സോ ഞാനൊരു മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ടൂത്ത് ബ്രഷ്. അപ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് പല ടൈപ്പ് ഉണ്ട്. വി ഹാവ് ഹാർഡ്, മീഡിയം, സോഫ്റ്റ് ആൻഡ് വെരി സോഫ്റ്റ്. അപ്പോൾ ഇതിൽ ഹാർഡ് ആയിട്ടുള്ള ബ്രഷും മീഡിയം നമ്മൾ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. നിങ്ങളൊരു ഹാഷ് ബ്രഷിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ യൂഷ്വലി നമ്മളത് അവോയ്ഡ് ചെയ്യണം. ആൻഡ് ദെൻ ദസ് സോഫ്റ്റ് ആൻഡ് വെരി സോഫ്റ്റ് ബ്രഷ് വാങ്ങിച്ചാലും ഇതേ ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ല അമർത്തി പല്ലിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്തിനാണ് സോഫ്റ്റ് ആൻഡ് വെരി സോഫ്റ്റ് വാങ്ങിക്കുന്നത്? ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പല്ലിൽ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര അമർത്തി തേയ്ക്കുന്നു പല്ല്, നമ്മുടെ ഇനാമലിന്റെ കോട്ടിങ് അത്രയും ആ തേയ്മാനം വന്നു പോകും ഇനാമൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കില്ല, പക്ഷെ പതിയെ ഇനാമലിന്റെ കോട്ടിങ് പോയിട്ട് ഒരു തരം വി കട്ട് പോലെ പല്ലിന്റെ ഇടഭാഗങ്ങളിലുണ്ടാവും. സോ ബേസിക്കലി നമ്മൾ ഇനാമൽ ലൂസ് ചെയ്ത് അതിന്റെ രണ്ടാമത്തെ ലെയറിൽ പോയി നല്ല പുളിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഓക്കെ, സോ ഹാർഡ് ബ്രഷിംഗ് നമ്മൾ നിർബന്ധമായും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനപ്പോൾ ബ്രഷിംഗ് രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു യൂസ് എ സോഫ്റ്റ് ഓർ എ വെരി സോഫ്റ്റ്. മീഡിയം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ ബ്രഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാം. ഞാൻ ടൈപ്സ് ഓഫ് ബ്രഷസ് പറഞ്ഞിരുന്നു, ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ ഹൗ ഡു യു ബ്രഷ്? നമ്മൾ ഫ്രണ്ടിലത്തെ പല്ല് ഇതെപ്പോഴും നമ്മൾ സർക്കുലർ രീതിയിലാണ്, ഇങ്ങനെ വേണം. നമ്മൾ തമ്പിലാണ് പിടിക്കേണ്ടത്. കുറച്ചും കൂടി നല്ല ഗ്രാസ്പ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ രീതിയിൽ പിടിക്കാം, പക്ഷെ ഒരിക്കലും ഒരു എക്സസീവ് പ്രഷർ അതിൽ കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ബാക്കിയുള്ള ഏരിയാസ് ഓഫ് ദി ബോഡീനെ സംരക്ഷിക്കുന്നത്, അതേപോലെ തന്നെ വേണം നമ്മൾ നമ്മുടെ പല്ലിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ പല്ല് എപ്പോഴും നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ വേണം ചെയ്യാൻ. ആൻഡ് ഈവൻ സൈഡിലാണെങ്കിൽ പോലും യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ സർക്കുലർ മോഷൻ. ഓക്കെ, ഇനി പലരും ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഏരിയാസ് ക്ലീൻ ആവാൻ പോകുന്നില്ല. നമ്മൾ ബ്രഷ് ചെയ്ത് റിൻസ് ചെയ്താലും ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ക്ലീൻ ഓഫ്. ബേസിക്കലി നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അണുക്കൾ നേരെ അണപ്പല്ലിന്റെ പിന്നിൽ പോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കും. സോ അവിടെ നിന്ന് ഇവൻച്വലി പതിയെ കേട് വന്ന് തുടങ്ങും. സോ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രീതി ഞാൻ പറയുന്നു. എപ്പോഴും നമ്മൾ പിൻഭാഗം ചെല്ലുമ്പോൾ, അണപ്പല്ലിന്റെ ഭാഗം ചെല്ലുമ്പോൾ നമ്മൾ ബ്രഷ് ഉള്ളിലേക്ക് കയറ്റി വായ പകുതി അടച്ചിട്ട് മേളത്തെ പല്ലാകുമ്പോൾ മേളത്തെ സൈഡ് ഭാഗം മേളുന്ന താഴോട്ടും താഴെ മേളോട്ടും വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഏരിയാസ് മാത്രമല്ല, നമ്മൾ ഈ ഏറ്റവും അവസാനത്തെ അണപ്പല്ലിന്റെ പിൻഭാഗം കൂടി വായ പകുതി അടച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ ഏരിയയും നമുക്ക് ക്ലീൻ ആവും. നമുക്ക് കാണാൻ പറ്റാത്തൊരു ഭാഗമാണത്. സോ ആ ഏരിയയും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് വൺ വേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കുലർ രീതി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഐ വുഡ് സജസ്റ്റ് യു ടു ഡു ദ സെയിം. ഐ മീൻ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് രണ്ട് സൈഡിലും ഫോളോ ചെയ്യാം. ആൻഡ് പലപ്പോഴും എല്ലാവരും മറക്കുന്നത് കാര്യം, നമ്മുടെ ഇന്നർ സർഫേസ് ഓഫ് ദി ടീത്ത്, പല്ലിന്റെ ഉൾഭാഗങ്ങളിൽ എസ്പെഷ്യലി താഴെയാണെങ്കിലും മേളിലാണെങ്കിലും നമ്മളെല്ലാവരും ബ്രഷ് ചെയ്യാൻ മറക്കുന്ന ഒരു ഏരിയ. അല്ലെങ്കിൽ നമ്മളത് മറക്കാണോ അത് മനഃപൂർവ്വം നമ്മളത് വിട്ട് കളയുന്നതാണോ എന്ന് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബട്ട് ഈ ഏരിയാസ് പലപ്പോഴും ക്ലീൻ അല്ല. നിങ്ങൾ പറയുന്ന ഈ സ്റ്റെയിൻസ്, ചായ കുടിക്കുന്ന സ്റ്റെയിൻസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ്സ്, കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ എപ്പോഴും ക്ലീൻ ആവണം. ആൻഡ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേളത്തെ പല്ലാകുമ്പോൾ മേളിന്ന് താഴോട്ടും, താഴത്തെ പല്ലാകുമ്പോൾ ഇവിടുന്ന് താഴേന്ന് മേലോട്ടും വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫ്രണ്ടിൽ മാത്രമല്ല, ഐ മീൻ ഈ ഒരു പോർഷനിൽ മാത്രമല്ല, നമ്മുടെ അണപ്പല്ലിന്റെ ഈ സൈഡ് ഭാഗങ്ങളും ഇവിടെയാണെങ്കിലും താഴേന്ന് മേലോട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പല്ലിന്റെ സർഫേസ് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്, നമ്മുടെ ഗംസിന് ഒരു പ്രോപ്പർ മസാജ് കൂടി കിട്ടുന്നുണ്ട്. ഒരുപാട് റഫ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇനാമലിന്റെ ആ ഒരു ലെയർ പതിയെ തേയ്മാനം വന്നു പോകും. റഫ് ബ്രഷിംഗ് ഇസ് നോട്ട് അറ്റ് ഓൾ സജസ്റ്റീവ് ആൻഡ് you should never do a rough brushing. Okay, so this is one way which I follow, and you can use yours, but it's always better that you brush in a circular motion or hold the brush in a 45-degree angulation and clean all the surfaces. ഇങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾസോ നമ്മൾ സർഫേസസ് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്, ദർ ഇസ് അനദർ സർഫേസ് ഓൾസോ. നമ്മുടെ ഈ കടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചവച്ച് കഴിക്കുന്ന ഭാഗം, ഈ ഏരിയ ഇവിടെ എപ്പോഴും അവിടെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നാവ് വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ ആ സർഫേസ് ത്രൂ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. അപ്പോൾ അണപ്പല്ലിന്റെ മേളിൽ അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളുടെ മേളിൽ ഒരു തരം വര പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ആ വരകളുടെ ഉള്ളിൽ ദർ ആർ സ്മോൾ പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. ചെറിയ നമ്മുടെ പല്ലിന് ഇന്റേണലി പോകുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അംശങ്ങൾ കുറേശ്ശെ ആ ഏരിയാസിൽ ലീക്ക് ഔട്ട് ആയി വരുമ്പോഴാണ് നമുക്ക് മേളിൽ നിന്ന് കുറേ കേടുകൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയാസും ക്ലീൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബേസിക്കലി അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് സർക്കുലർ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്ലീൻ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് വൺ ഗുഡ് വേ. 2 good ways actually. നമ്മൾ ബ്രഷിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ദർ ഇസ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്, ദാറ്റ്സ് റിൻസിങ് യുവർ മൗത്ത്.
Mouthwashes every day is not suggestive unless and until it's alcohol free, but still it's not suggestive for a daily routine. പക്ഷേ there's something that you can do daily. That's lukewarm salt water gargling. അത് വളരെ നല്ലതാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കുഴുകുഴുത് കഴുകുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്ക്ലി ത്രൈസ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഇസ് റിയലി ഹെൽപ്ഫുൾ. ഇറ്റ് എൻഹാൻസസ് ബ്ലഡ് സർക്കുലേഷൻ ടുവേർഡ്സ് യുവർ ടീത്ത് ആൻഡ് ഗംസ്. നമ്മുടെ പല്ലിലേക്ക് അതേപോലെ മോണയിലേക്ക് രക്തയോട്ടം കൂട്ടും, വർദ്ധിക്കും. അത്രയും ഹെൽത്തി ആയിട്ടിരിക്കും നമ്മുടെ മോണയാണെങ്കിലും പല്ലുകളാണെങ്കിലും. അപ്പോൾ ഇതും ഒരു റീസൺ ആണ് നമ്മുടെ പല്ല് കേടുവരാതിരിക്കാനും പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് ബ്രഷ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വായിൽ വരുന്ന ഡെപ്പോസിറ്റ്സും സ്റ്റെയിൻസും ഇരിക്കുന്നത്. നമ്മൾ ഒബ്വിയസ്ലി രാത്രി ബ്രഷ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ബ്രഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യും, സ്റ്റെയിൻസ് കൂടുതലാവും ചെയ്യും. അത്രത്തോളം ക്ലീനിങ് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ യു ഹാവ് ടു ബ്രഷ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. രാവിലെ പോകുമ്പോൾ ഇത്ര സമയം കാണില്ല. So take 2 minutes of your day and do this brushing effectively. ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. So just let me know after practicing this way of brushing. Okay. I hope this is helpful, and see you in the next video, and I'll bring up more topics that would be helpful for you, and I hope you'll follow me. Thank you. Bye. Happy smiling.